അപ്പം ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ കോമ്പറ്റീഷൻ ഹിന്ദു ബ്രൈഡൽ മേക്ക് ഓവർ എൻ്റെ ഒരു ബ്യൂട്ടീഷ്യൻ കോമ്പറ്റീഷനിൽ 1-ാം തീയതി പങ്കെടുത്തിരുന്നു തൃശ്ശൂർ മാളിൽ വെച്ചിട്ട്. അപ്പോൾ അതിലെ എക്സ്പീരിയൻസ് എനിക്കുണ്ടായ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇതിന് ഇത് ആദ്യമായിട്ടാണ്, ഇത്രയും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഞാനിങ്ങനെ നെറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുക അങ്ങനെയൊക്കെ കിട്ടിയ ഐഡിയാസൊക്കെ വെച്ചിട്ടാണ് ഞാനീ പോകുന്നത്. അല്ലാതെ മത്സരത്തിൽ പങ്കെടുത്തവരായിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ട് ഞാനിതൊന്നും എനിക്കൊന്നും പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. അതിൻ്റേതായ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് തൃശ്ശൂർ വെച്ചാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാം, ഗുരുവായൂർ പോയി തൊഴാൻ പറ്റും, പിന്നെ നമുക്കിതിൽ പങ്കെടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കൊരു അസറ്റാണ്. ഞാനിപ്പോൾ ഒരു കുറേ നാളുകൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം അതിൻ്റെ അകത്തൊക്കെ ഇടാൻ കുറച്ച് വീഡിയോസൊക്കെ കിട്ടുമല്ലോ എന്നോർത്ത് മാത്രമാണ്. ഒരിക്കലും അവിടെ ഒരു ഫസ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നമ്മൾ മത്സരങ്ങളിൽ പങ്കെടുക്കരുത്. നമ്മൾ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മളാണ് ഫസ്റ്റ് കിട്ടുക എന്ന് തന്നെ വിചാരിച്ചിട്ട് വേണം പോകാൻ എന്ന് എന്നെ ഈ മത്സരം പഠിപ്പിച്ചു. അപ്പം ഞാനിവിടെ പോകുന്നിടം വരെ എല്ലാവരോടും പറഞ്ഞ മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടാനൊന്നും അല്ല, ഇങ്ങനത്തെ കാര്യത്തിനാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. നമ്മൾ പറയില്ലേ കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നു, അതേമാതിരി. എന്നിട്ട് അവിടെ ചെന്നപ്പം ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര നന്നായിട്ട് അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികൾ തന്നെ ഈ ഒരു ഫീൽഡിലോട്ട് ഇപ്പോൾ കടന്നു വരികയാണ്. അതും അവർക്ക് ഒരുക്കുന്ന കണ്ടാൽ നമ്മൾ നോക്കി നിന്നു അത്രയും കാലിബറായിട്ടുള്ള അത്രയും ഐഡിയാസുള്ള വെറൈറ്റി ഐഡിയാസുള്ള നല്ല നല്ല ഐഡിയാസുള്ള കുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ്. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ഫീൽഡ് ആരും ചൂസ് ചെയ്യേ ഉണ്ടായിരുന്നില്ല, എന്തോ ഒരു നാണക്കേട് പോലെയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണെന്ന് എനിക്കന്ന് മനസ്സിലായി. അന്നത്തെ പെർഫോമൻസ്, എല്ലാവരുടെയും പെർഫോമൻസ് കണ്ടിട്ട് ജഡ്ജസ് വരെ ഞെട്ടിപ്പോയെന്നുള്ള. കാരണം അവർക്ക് മാർക്കിടാൻ പറ്റുന്നില്ല, ഓരോരുത്തരെയൊക്കെ വിളിച്ചിട്ട്. കാരണം ഇത് അവസാനം ഒരു ക്രാഷ് ആകാതിരിക്കാൻ ഈ മത്സരാർത്ഥികളെയൊക്കെ വിളിച്ചിട്ട് അവരുടെ മിസ്റ്റേക്കുകൾ നമ്മൾ സാധാരണ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എന്താ ഇന്നയാൾ വിൻ ചെയ്യും, നമ്മൾ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് എൻ്റെ മാർക്ക് അങ്ങനെയൊക്കെ ചോദിച്ചാൽ മാത്രമല്ലേ അത് പറയത്തുള്ളൂ. പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് തന്നെ കൺഫ്യൂഷനായിട്ട് അവർ ഓരോ ബ്യൂട്ടീഷ്യന്മാരെ വിളിച്ച് നിങ്ങൾ ഇന്ന മിസ്റ്റേക്കുകളാണ് ചെയ്തത്, ഇത് കൊള്ളായിരുന്നു, ഇത്രയും പോരായ്മകൾ വന്നു, ഇങ്ങനെ ഓരോരുത്തർക്കും അവരത് പറഞ്ഞു കൊടുത്തു. എനിക്ക് പറ്റിയ ഗുണമെന്ന് പറഞ്ഞാൽ എന്നോട് ഒരു മിസ്റ്റേക്ക് അവർ പറഞ്ഞില്ല. കാരണം ഞാൻ വളരെ സിമ്പിളായിട്ട് നാച്ചുറലായിട്ട് ഞാൻ മോഡൽ ഫോട്ടോസ് ഇടാൻ എൻ്റെ മോളെ തന്നെയാണ് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത്. അല്ല മോഡൽസിനെ ഒന്നുമല്ല. ഇവിടെ പങ്കെടുത്തവരെല്ലാം പക്കാ പ്രൊഫഷണലായിട്ട്, അതായത് മോഡൽസിനെയൊക്കെ കൊണ്ടുവന്ന് കോസ്റ്റ്യൂം ആട്ടെ, ഓർണമെൻറ്റ്സ് ആട്ടെ, അവരുടെ ഹെയർ ആക്സസറീസ് എല്ലാം തന്നെ ഒരു 30,000 രൂപ ക്യാഷ് പ്രൈസ് കിട്ടുന്ന ഒരു കോമ്പറ്റീഷനിൽ അവർക്ക് 30,000 രൂപ എന്നല്ല, ഇതിൽ വിൻ ചെയ്യണം. അവർ അതിൽ കൂടുതൽ രൂപ ചിലവാക്കിയാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തത്. സത്യം ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ഞാനാണെങ്കിൽ മാക്സിമം പിടിച്ച് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ സെറ്റും ഉണ്ട്, അതാകുമ്പം പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ മോളൊക്കെ ആകുമ്പോൾ അത്ര സൈസൊന്നും ആയില്ല, +1 പഠിക്കുന്ന ആളല്ലേ ആയുള്ളൂ. അപ്പോൾ ആൾക്കും അത് വെയർ ചെയ്യാൻ പറ്റും. വലിയ അൺകംഫർട്ടായിട്ട് സാരിയൊക്കെ ഉടുക്കാനൊന്നും അവരൊന്നും എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യില്ല എന്നൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ സെറ്റും ഉണ്ട്. അതിൻ്റെ ഓർണമെൻറ്റ്സ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങും. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അവിടെ വന്ന ബാക്കി എല്ലാം 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഒരു ബ്രൈഡ് ഒരു കല്യാണ പന്തലോട്ട് ഒരു റിച്ച് ആയിട്ടുള്ളൊരു ബ്രൈഡ് എങ്ങനെ ഇറങ്ങുന്ന ആ രീതിയിലാണ് അവരെ കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അവരുടെ ആ മേക്ക് ഓവറും കാര്യങ്ങളും ഡ്രസ്സ്, അപ്പിയറൻസ്, അവരുടെ വർക്കിംഗ് എല്ലാം തന്നെ നമ്മൾ അതിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഓരോ കോഴ്സുകൾ പോയി ചെയ്ത് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റി, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അപ്പം നിങ്ങളൊക്കെ തന്നെ ഇങ്ങനെയുള്ള കോമ്പറ്റീഷനൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ പങ്കെടുക്കണം. അത് നമുക്ക് മെൻ്റലി ഒരുപാട് മാറ്റം വരുത്താൻ സഹായിക്കും. നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകളെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എവിടെയാണ് നമ്മളുടെ സ്ഥാനം എവിടെയാണ്, നമ്മളെക്കാട്ടിൽ എത്രയോ നല്ല നല്ല കഴിവുകളുള്ളവർ ഈ സമൂഹത്തിൽ ചുറ്റും ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മളിപ്പോൾ ഒരു ബ്രൈഡിനെ ഒരുക്കി കഴിഞ്ഞാൽ ഇവരാണ് ഏറ്റവും സുന്ദരികൾ, ഞാനാണ് ഏറ്റവും നന്നായിട്ട് ഒരുക്കുന്നതെന്നുള്ള വിചാരം.
പക്ഷെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ചിന്താഗതികളെല്ലാം മാറ്റും. നമുക്കൊക്കെ ഒന്നും അറിയില്ല എന്ന് വരെ തോന്നിപ്പോകും. അപ്പം ഇനിയും പിന്നെയും ഇതിനെക്കുറിച്ച് കൂടുതലും നമുക്ക് പഠിക്കാനും അത് ആ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള ഐഡിയാസ് കിട്ടാനും ഒക്കെ ഒത്തിരി എനിക്ക് എല്ലാ തരത്തിലും പ്രയോജനപ്പെട്ട ഒരു മത്സരമായിരുന്നു. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും, ഒരു ബിഗ് താങ്ക് യു. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനിയും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു ഇൻഫർമേഷനായിട്ട് അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഇൻസ്റ്റയിൽ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ. താങ്ക് യു സോ മച്ച്.